ഇരു കക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ കോടതിക്ക് പുറത്തുവച്ച് ചർച്ച ചെയ്ത് രമ്യതയിലെത്തിയിരിക്കുന്നതായി ബന്ധപ്പെട്ട അഭിഭാഷകർ കോടതിയെ രേഖാമൂലം ബോധ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ വ്യവഹാരം സംബന്ധിച്ചുള്ള എല്ലാ നടപടികളും ഇതിനാൽ അവസാനിച്ചിരിക്കുന്നതായി ഈ കോടതി തീർപ്പ് കൽപ്പിച്ചുകൊള്ളുന്നു. മതി സാർ, മതി. സന്തോഷം, എനിക്ക് സന്തോഷമായി. എന്താ വിക്ടർ ഇതൊക്കെ? ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഒന്നുമില്ലേലും സാറിനെ കള്ളനാക്കാനും ചതിയനാക്കാനും നടന്ന ആ കൊള്ളപ്പലിശ മാർവാടിയെ ഒരു പാഠം പഠിപ്പിച്ചല്ലോ ദൈവം. അത് മതി, അത് മതി വിക്ടറിന്. താങ്ക്സ് ടു പട്ടാജി. അപ്പൊ എങ്ങനെ സാർ, സാറിന് ഞാൻ ഡ്രോപ്പ് ചെയ്യണോ അതോ? അല്ല വിക്ടർ, പണമായിട്ട് താനോട് വെയിറ്റ് ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. അതെ സാർ, അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം സാർ. എന്താ വിക്ടർ, എന്താ പറ്റിയത്? ഒന്നുമില്ല സാർ, ജസ്റ്റ് ഒരു ഡിലേ. കേട്ടോ സാർ, ഞാൻ ബട്ടാജിയുടെ അവിടെ നിന്ന് ക്യാഷുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സാർ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒരു ഡെവലപ്മെന്റ്. ബട്ടാജിക്ക് ബാങ്കിൽ ഒരു ചെറിയ ക്രൈസിസ്. വാട്ട് യു മീൻ? കൃത്യം 12:30 മണിക്ക് ബാങ്കിലെ മാനേജർ ബട്ടാജി വിളിച്ചു പറയുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ബട്ടാജിയുടെ അക്കൗണ്ടിൽ ഒരു 2 മില്യൺ ദിർഹംസ് അടക്കണം, അല്ലെങ്കിൽ ബട്ടാജിയുടെ മാനം പോകുന്നു. സംഭവം വേറൊരു ഡീലാണേ. അറ്റ് ദ മൊമെന്റ് നോ ലിക്വിഡ് ക്യാഷ്. ബട്ടാജിയുടെ കയ്യിൽ ആ നേരത്തിന് ഒറ്റ നയാ പൈസ ഇല്ല. എല്ലാം രാവിലെ ഇവർക്ക് ബാങ്കിൽ തന്നെ കൊടുത്താണ്. വിക്ടർ, എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ചു പറയൂ താൻ പ്ലീസ്. നോക്കിക്കൊണ്ട് സാർ, ദൈവാധീനം. നമ്മുടെ ദൈവാധീനത്തിന് നമ്മുടെ ഫുൾ എമൗണ്ട് ബട്ടാജി എടുത്തിന്റെ കയ്യിലോട്ട് വെക്കുമ്പോഴാണ് ബാങ്കിന്റെ ഫോൺ കോൾ. ഇത്രയും വലിയ ഉപകാരം നമുക്ക് ഇങ്ങോട്ട് ചെയ്ത മനുഷ്യനാവുമ്പോ കയ്യിൽ ഇത്രയും കാശ് വെച്ചുകൊണ്ട് നമ്മൾ എത്ര നേരം മിണ്ടാതെ നോക്കി നിൽക്കും സാർ? പറയണം സാർ. എന്റെ സ്ഥാനത്ത് സാറാണെങ്കിൽ എന്ത് ചെയ്യും സാർ? പറയണം, എന്ത് ചെയ്യും? ഇല്ല സാർ, വിക്ടർ ചതിക്കില്ല, ഒരു കാലത്തും ചതിക്കില്ല, ഉറപ്പ്. കേട്ടോ സാർ, ഇപ്പൊ വിളിച്ചിരുന്നു ബട്ടാജി. സാർ എന്ത് പറഞ്ഞു? കാശ് കിട്ടാത്തതിന് സാർ ചൂടായോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ബട്ടാജി, ഒറ്റ 100 രൂപ നോട്ട് ഒന്നിച്ച് കാണുന്നതിന് മുമ്പ് കോടികളിട്ട് കളിച്ചതാണ് എന്റെ ഈ പഴയ ബോസ് എന്ന്. അല്ല വിക്ടർ, ഇനിയിപ്പോ ഒപ്പിട്ട പേപ്പേഴ്സിന്റെ കാര്യമില്ലേ? പെറ്റി നോട്ട് ഡൗൺ. സ്വാമിനാഥൻ, സൈൻ പേപ്പേഴ്സ്, റിട്ടേൺ അർജന്റ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഇങ്ങനെ വിഷമിച്ചാലോ സാർ? എന്ത് സംഭവിച്ചാലും വിക്ടറിലെ സാർ ബലത്തിന്. പ്ലീസ് സാർ, cheer up സാർ. ഓ ഗോഡ്, പ്ലീസ്. സോറി സോറി, മനഃപൂർവ്വം അല്ല ഞാൻ. പേടിച്ചു പോയി. ഡ്രൈവർ സാർ, என்ன வேடிக்கை பார்த்துட்டு இருக்க? சார் கால் வலிக்க தெரியாதா? இடியா வண்டி. சரிங்க. അറിവ് കെട്ട മുണ്ടോ. Are you all right, sir? കൃത്യം 6 മണിക്ക് തന്നെ അബുദാബിയിൽ നിന്ന് ബട്ടാജിയുടെ ക്യാഷ് വരും. 8 മണിക്ക് വിക്ടർ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലെത്തിയിരിക്കും വിത്ത് ഫുൾ എമൗണ്ട്. യു ക്യാൻ ട്രസ്റ്റ് മീ സർ. അപ്പോൺ ഗോഡ് യു ക്യാൻ ട്രസ്റ്റ് മീ സർ. കയറിയട്ടെ. പിന്നെ സർ, ഒരു മിനിറ്റ്. ഒരു ചെറിയ ആഗ്രഹം. ഒരുപാട് കാലമായിട്ട് മനസ്സിലൊരു മോഹമാണ് സാർ. മുഴുവൻ പൈസയും സാറിന്റെ കയ്യിലോട്ട് തന്നതിന് ശേഷം, അതിനുശേഷം മതി, ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇന്ന് സാറിന്റെ ഒപ്പം ഇരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കണം എനിക്ക്. സാറിന്റെ ഈ പഴയ ഡ്രൈവർക്ക് നോ എന്ന് പറയരുത് സാർ, പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. അയ്യോ സാർ, അമ്മച്ചി കാത്തിരിക്കും. മോളുടെ പ്രോഗ്രാം ടിവിയില്. പ്രോഗ്രാം കഴിയുമ്പോൾ വിക്ടർ അവിടെ എത്തിയിരിക്കും. സാർ കഴിക്കും. അതെ, ഇങ്ങനെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരുപോലെ കണ്ണു നിറയാന്ന് വെച്ചാൽ വലിയ കഷ്ടാ കേട്ടോ. കരഞ്ഞതൊന്നുമല്ല. പിന്നെ തന്നോട് ആലോചിക്കാതെ ഇന്ന് എന്റെ ഒരു തീരുമാനം പറഞ്ഞാൽ നമ്മുടെ വക്കീലിനോട്. ഇന്നീ കിട്ടാനുള്ള പണം മുഴുവൻ ഇങ്ങോട്ട് കിട്ടി, കടങ്ങൾ എത്രയാന്ന് വെച്ചാൽ അത് തീർത്തു കഴിഞ്ഞാല് ബാക്കി മുഴുവൻ അമ്മുവിന്റെയും അനാഥ കുട്ടികളുടെയും പേരിൽ അവകാശമാക്കി ഒരു വിൽപ്പത്രം എഴുതാൻ.
എന്താ വിരോധമുണ്ടോന്ന് എനിക്ക്? ഇതാ നന്നായത്. എന്നിട്ട് എവിടെ വിക്ടർ? എത്തിയില്ലല്ലോ ഇതുവരെ. ആ, நான் இங்க இருக்கம்மா. I am very much here. അല്ല വിക്ടർ, ആരാ ഇവരൊക്കെ? ചുമ്മാ ഏതോരം മുംബൈക്കാഹേ. ഇല്ലമ്മ, ഭട്ടാജിയുടെ ആൾക്കാരെ ഇവന്മാര് ദാ ഇന്ന് വന്ന് ഇറങ്ങിയിട്ടുള്ള മുംബൈന്ന്. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് തിരിച്ചും പറക്കും. ഇരിക്കൂ. ലക്ഷ്മി, ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാൽ? അയ്യോ ഒന്നും വേണ്ടമ്മ, കാരൻ നയിച്ചേന. ആ പിന്നെ സാർ. അല്ല വിക്ടർ, താനെന്താ വെറും കൈയോടെ? പണം എവിടെ? കറക്റ്റ്, ഞാൻ അതിലേക്ക് വരുമ്പോഴാണ് സാർ ഇടയ്ക്ക് കയറിയത്. ആ സാർ, ചെറിയൊരു പ്രോബ്ലം. എടോ സാർ ഒരു മിനിറ്റ് അമ്മ, ഒന്ന് പറഞ്ഞോട്ടെ. സാർ, സത്യത്തിൽ ഈ ഭട്ടാജി നിഷ്കളങ്കരാണ് സാർ. പക്ഷെ കൂടെ ചിലരുണ്ട്, ഏറ്റവും താഴെയുള്ള ബ്രദർ, പിന്നെ ഭാര്യയുടെ ബ്രദർ ഒരു അളിയൻ. അവന്മാരാണ് സാർ പ്രശ്നം. ഇത്രയും വലിയൊരു എമൗണ്ട് കൈ കിട്ടിയിട്ട് അത് അതുപോലെ സാറിനങ്ങ് തന്നാ പിന്നെ നമുക്കെന്താ വിക്ടർ ബെനിഫിറ്റ് എന്ന അവന്മാരുടെ ചോദ്യം. അതിലൊരുത്തം കയറി അപ്പ തന്നെ ബോംബെയിലെ ഭട്ടാജിയുടെ ബിഗ് ബ്രദറിനെ വിളിച്ചു. ബഡാബായി അപ്പ തന്നെ ബോംബെന്ന് ഭട്ടാജി ദുബായിക്ക് വിളിച്ചു. അബേ കിഷൻ, കീപ് ദ മണി, വെയിറ്റ് ഫോർ മൈ ഓർഡേഴ്സ്. അതാണ് സാർ പുള്ളിക്കാരന്റെ കൽപ്പന. അതാണ് സാർ പിക്ചർ. അല്ല സാർ, ഇതിപ്പോ മൊത്തം പണോ അവന്മാരുടെ പിടിയിൽപ്പെട്ടുപോയ സ്ഥിതിക്ക് അവന്മാര് കയറി പെർസെന്റേജ് ചോദിച്ചാലോ എന്നല്ല സാർ, ചോദിച്ചു. അതായത് ടോട്ടൽ എമൗണ്ടിന്റെ 80% അത് സാറിന്. സോറി, സാറിനല്ല, ഭട്ടാജി. ബാക്കി 20% അത് സാറിന്. സാറിനെന്ന് പറഞ്ഞാൽ പകുതി സാറിന്, പകുതി എനിക്ക്. 50-50. എങ്ങും തൊടാതെ സാറിന് 70.7 lakhs. പോട്ടെ, 71 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് അങ്ങോട്ട് തരും. പണം തേ കാറിൽ ഇരിപ്പുണ്ട്, എടുക്കട്ടോ സാർ? അയ്യോ സാർ, എന്ത് ചെയ്തിക്കമ്മ സാർ? ഇല്ലമ്മ, വിക്ടറിന് വേണം, വിക്ടറിന് തന്നെ വേണം സാർ. സാർ പോലീസ് പക്കടോ. Launching can be done. We can. Sorry, all of you. Sorry.
ദാ ഒന്ന് കൊളുത്തിയാൽ താനൊന്ന് റിലാക്സ്ഡ് ആവും. ഏയ്, I am terribly sorry, Mr. Ravi. We will do everything possible. Mr. Philip will give you all the details. thank you. മനസ്സിലാക്കിയിടത്തോളം ഒരു പ്രീ പ്ലാൻഡ് മർഡർ ആണെന്നതിൽ സംശയമില്ല. പക്ഷേ ആരാ എന്താ എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല സ്പോട്ടിൽ നിന്ന്. എനിവേ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൾറെഡി ഓൺ. വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു നിങ്ങളൊക്കെ തമ്മിലല്ലേ? അതെ, ഒന്നുമില്ലായിരുന്ന കാലത്ത് ഒരുപാട് സഹായിച്ച ആളാ എന്നെ രവിയൊക്കെ. ആ മിസ്റ്റർ നായർ അമ്മു സ്വാമിനാഥനെ ബാംഗ്ലൂർ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് യുവർ സിസ്റ്റർ ആലിസ്, ഇവരുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു ആ കുട്ടിയല്ലേ? ആ, വല്ലാത്തൊരു ഷോക്കിലാണ് അവർ. ഈ അവസ്ഥയിൽ കൊണ്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചു. വെൽ രവി, തൽക്കാലം വേറെ ആരും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് രണ്ടാളുടെയും ബോഡി റിസീവ് ചെയ്യാൻ രവിയുടെ പേരാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്, ഒരു മകന്റെ സ്ഥാനത്ത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ, സീ യു ടുമോറോ അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ നായർ.